താങ്കൾ ഈ ഇടയ്ക്ക് താങ്കളും ഫഹദ് ഫാസിലും ഒരേ ഡിസോർഡർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ചെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ADHD എല്ലാവരിലും ഉള്ള സംഭവമല്ലേ? അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ADHD ആണ്. മറ്റൊരു വ്യക്തി ഡിസോർഡർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അതിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലവർക്ക് അത് വളരെ കൂടുതലായിരിക്കും, ചിലവർക്ക് ബാലൻസ്ഡ് ആയിരിക്കും. എല്ലാ സംഭവവും നമ്മുടെ ഭൂമിയിലുള്ളതെല്ലാം ബോഡിയിലുണ്ടാവണം. കാരണം നമ്മൾ ഈ നേച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഇലകളെയും മരങ്ങളെയും മാത്രം നോക്കും. നമ്മുടെ ബോഡി നേച്ചറാണ് ആക്ച്വലി, അല്ലേ? ഇത് മണ്ണിൽ നിന്നുണ്ടാക്കിയതാണെന്നാണ് പറയണം. മണ്ണിലെല്ലാം അവശേഷിച്ച് എല്ലാം മണ്ണിലേക്ക് അലിഞ്ഞു ചേരും, അല്ലെങ്കിൽ ചേരും എന്നാണ് പറയുന്നത്. അപ്പോൾ മണ്ണിനോട് ചേരുന്നതാണല്ലോ നമ്മുടെ ബോഡിയിലുള്ള എല്ലാതും. ഷുഗർ വന്നാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. BP കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നം. എല്ലാം കൂടി അതിൻ്റെ ഇൻബാലൻസ് സംഭവിക്കുമ്പോഴാണ്. അപ്പം എല്ലാം നമ്മുടെ ബോഡിയിലുള്ളതാണ്. ADHD ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അതോ ജസ്റ്റ് നമ്മുടെ ഒരു ക്യാരക്ടറിൽ വരുന്ന ഒരു വ്യത്യാസം, നമ്മുടെ ആ ഒരു ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടാവുന്ന വ്യത്യാസം തന്നെയല്ല ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ വ്യത്യാസം. അയാളെപ്പോഴും ആളുകളിൽ ആകൃഷ്ടനാവാൻ ശ്രമിക്കും, ബോധപൂർവം അല്ലെങ്കിലും അത് ഉള്ളിലുണ്ടാവും. അതിന്റെ ഭാഗമാണോ നമുക്ക് സിനിമാഭിനയം അതുകൊണ്ടായിരിക്കും ആക്ടർ ആവുന്നത്. നേരത്തെ തിരിച്ചറിഞ്ഞാണ്? ഇല്ല, ആളുകൾ പറയുന്നതനുസരിച്ചാണ് ഇപ്പോൾ ADHDയും അല്ലെങ്കിൽ ബൈപ്പോളറും ഒക്കെ നമ്മൾ വ്യത്യസ്തമായിട്ട് അന്വേഷിക്കുന്നതും. നമ്മൾ ആളുകളിലേക്ക് ഇപ്പോൾ മോണോഗമി, പോളോഗമി എന്നൊക്കെ നമ്മൾ വേർതിരിച്ച് പറയുന്നതൊക്കെ അതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ADHD ഉണ്ടാവുന്ന ഒരാളെപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? ആളുകളുടെ ശ്രദ്ധ പിടിച്ചിട്ട് പറ്റാൻ മാത്രമാണോ ഡിസോർഡർ എന്നല്ല പറയുന്നത്? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് അറ്റൻഷൻ സീക്കിംഗ് സാധനമാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധ, എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ നമ്മളിപ്പോൾ സ്റ്റേജിൽ കയറി നിന്നൊരു പരിപാടി അവതരിപ്പിക്കല്ലേ, അതിൽ കൂടുതൽ വേണ്ടവർ കൂട്ടത്തിൽ കൂടുതൽ ആക്റ്റീവായിരിക്കും. അവർ വീട്ടിലായിരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവരങ്ങനെയായിരിക്കും എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവർ തന്നെ പറയണം. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവർ ഏറ്റവും സൈലൻ്റ് ആയിരിക്കാം. അതാണ് അതിൻ്റെ ഡിസോർഡർ. അവരൊന്നും ചെയ്യില്ലായിരിക്കാം, അവർ കിടക്കുന്ന സ്ഥലത്ത് തന്നെ കിടക്കുകയായിരിക്കാം, അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ പോലും ചെയ്യില്ലായിരിക്കാം. പക്ഷെ ഒരു വ്യക്തിയെ കാണാനോ അല്ലെങ്കിൽ ഇടയാവുന്ന ചാൻസിൽ അവർ ആക്റ്റീവായി തുടങ്ങുള്ളൂ. ഷൈൻ എങ്ങനെയാണ്? ഞാൻ വളരെ ഉറക്കത്തിലായിരിക്കും, ആരും ഇല്ലാത്ത സമയത്ത്. ഇപ്പൊ 1.5 ദിവസമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ താഴെ എഴുതിട്ട് വീട്ടിലിരുന്ന വേറെ ഒരു ആക്ടിവിറ്റി ഇല്ല? ബോറടിക്കില്ലേ? റെസ്റ്റ്, ബോഡിക്ക് വേണ്ട റെസ്റ്റ് അപ്പോഴേ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഉറക്കമില്ലാതിരിക്കും ചിലപ്പോൾ കുറേ ദിവസങ്ങൾ. കാരണം ചുറ്റും ആളുകളുണ്ടെങ്കിൽ ഉറങ്ങില്ല. സത്യം പറഞ്ഞാൽ ആൾക്കാർ മുമ്പിലുള്ളപ്പോൾ ഇത് റിയൽ ഷൈൻ അല്ല ജീവിക്കുന്നത്, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഇത് റിയൽ ഷൈൻ. അത് എല്ലാവരിലും അങ്ങനെയല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് ഒരു റൂമിലിരിക്കുമ്പോഴും ഇപ്പോൾ 4 ആളുള്ള റൂമിലിരിക്കുമ്പോഴും വ്യത്യാസം ഉണ്ടാവുമല്ലോ. നമ്മൾ ഇപ്പോൾ പെൺകുട്ടികളിൽ ആ വ്യത്യാസം കൂടുതൽ കാണാം. അവർ വീട്ടിലിരിക്കുമ്പോഴും പുറത്തും പുറത്തേക്ക് വരുമ്പോൾ അവർ കുറച്ചും കൂടി അണിഞ്ഞൊരുങ്ങിയിട്ടല്ലേ വരും. പക്ഷെ അവരുടെ റൂം കണ്ടാൽ നമ്മൾ ഒരിക്കലും പറയില്ല അവർ ഇത്രയും അണിഞ്ഞൊരുങ്ങി നടക്കുന്ന കൃത്യനിഷ്ഠയുള്ള പങ്ക്ച്വലായിട്ടുള്ള ആൾക്കാരാണെന്നേ പറയില്ല. അവരുടെ ഹാൻഡ് ബാഗ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എല്ലാവരും പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. പൊതുവേ ഉള്ള കാര്യം പറഞ്ഞതാ. ഞാൻ പെൺകുട്ടികളുമായി കൂടുതൽ അടുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകൾ ഞാൻ ലോജിക്കലി നെറ്റിച്ചിട്ടുണ്ട്. കാരണം സിനിമയിൽ കാണുമ്പോഴും പെൺകുട്ടികളുടെ മുറി ഭയങ്കര അച്ചടക്കത്തിലും നമ്മൾ റിയലായിട്ടൊരു പെൺകുട്ടിയുടെ മുറിയിൽ കയറി ചെല്ലുമ്പോഴും ഒരിക്കലും ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരാളെ കയറ്റില്ല റൂമിലേക്ക്. ഒരു 6 മണിക്കൂർ ഒരു 15 എല്ലാവരും ഒതുക്കി. ഇവരുടെ കൂടെ താമസിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ. പക്ഷെ അവരായിരിക്കും ഒരു വീട് കുടുംബവും ഒക്കെ സെറ്റ് ചെയ്യാൻ ബെസ്റ്റ്. ശരിക്കും ഡാൻസ് പഠിച്ചിട്ടുണ്ട്? ഞാൻ ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി. എത്ര ആള്? ഞാൻ 4ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ. അരങ്ങേറ്റം കഴിഞ്ഞതാ? അരങ്ങേറ്റം കഴിഞ്ഞു. സ്കൂൾ യുവജനോത്സവത്തിന് കളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചത്. അപ്പോൾ അരങ്ങേറ്റം 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ നമുക്ക് അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട്. യൂത്ത് ഹോസ്റ്റലിൽ യുവജനോത്സവങ്ങളിൽ സബ് ജില്ലാ സ്കൂൾ കലോത്സവം, ജില്ലാ കലോത്സവത്തിലേക്ക് ഒരിക്കൽ മാത്രമായിട്ടുള്ള സബ് ജില്ലയും ജയിക്കണമല്ലോ. കാരണം അന്ന് സിനിമയിലേക്ക് എത്താനുള്ള മാർഗം സ്കൂൾ യുവജനോത്സവങ്ങൾ മാത്രമാണ്. യൂത്ത് ഹോസ്റ്റലല്ല, യുവജനോത്സവങ്ങൾ. സംസ്ഥാന സ്കൂൾ യുവജനോത്സവ അരങ്ങിൽ നിന്ന് സിനിമയിലേക്ക് അങ്ങനെ വന്നവരാണ് മോനിഷ, വിനീത്, മഞ്ജു വാര്യർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ എല്ലാ വർഷവും വരുന്നുണ്ട്. അപ്പോൾ സിനിമയിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം വളരെ ചെറുപ്പത്തിലേ ഉള്ളത് കൊണ്ടും നമ്മൾ ഈ വക മെറ്റീരിയൽസ് പഠിച്ചാലാണ് അതിലേക്ക് എത്തുകയും ചെയ്യുള്ളൂ. പിന്നെ അതിനുശേഷം മിമിക്രിയായി മാറി. പിന്നീടാണ് മിമിക്സ് പരേഡ് വരുന്നത്. മിമിക്സ് പരേഡിൽ നിന്ന് സിനിമയിലേക്ക്. അതിനു മുന്നേ
ഏറ്റവും ആദ്യം നാടകങ്ങളിൽ നിന്നായിരുന്നു സിനിമയിലേക്ക്. എൻ്റെ കാലം ആകുമ്പോഴേക്കും നാടകങ്ങൾ വളരെ കുറഞ്ഞു. പിന്നെ ഉള്ളത് സ്കൂൾ യുവജനോത്സവങ്ങളിൽ നിന്നാണ്. പിന്നീട് അത് എത്തിയത് മിമിക്സ് പരേഡുകളിൽ നിന്ന് സിനിമയിലേക്ക് എത്തുന്ന ആക്ടേഴ്സായി. പിന്നീട് അത് ഇപ്പോൾ റീൽസുകളിൽ നിന്നും അങ്ങനെയാണ് എത്തിയത്. സംസ്ഥാന കലാപ്രതിഭയാവുക, അതിൽ നിന്ന് സംവിധായകർ വന്ന് നമ്മൾ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ സംസ്ഥാനത്തിലെത്തുമ്പോൾ ഞാൻ 12ാം ക്ലാസ്സിലെത്തി ആദ്യമായിട്ട്. ലാസ്റ്റ് 12ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ്, പ്ലസ് ടുവിന് എത്തിയപ്പോഴാണ് ആദ്യമായിട്ട് സംസ്ഥാനത്ത് എത്തുന്നത്. അതൊന്ന് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. മോൺ ആക്ടിന് മാത്രമാണ് എത്തിയത് ഇത്രയും സാധനം പഠിച്ചിട്ട്. അന്ന് ഇവിടെ എത്തിയപ്പോൾ നവ്യ നായരാണ് മത്സരിക്കാണ്ടായിരുന്നത്. അന്ന് മോണാക്ടിന് നന്ദനം കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ സിനിമ നടിയാ, അപ്പം നമ്മൾ തോറ്റ തന്നെ. അതേപോലെ തന്നെ അപ്പോൾ എന്തായാലും സിനിമ നടിക്ക് എന്തായാലും ഫസ്റ്റ് കൊടുക്കുള്ളൂ. അവൾക്ക് ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് മാത്രം എനിക്ക് അന്ന് സമ്മാനം കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു, പക്ഷെ എനിക്ക് 14ാം സ്ഥാനമായിരുന്നു. 14ാം സ്ഥാനത്ത് കിടന്നിട്ടാണ് പറച്ചില്. അത് വരുന്നതിന് മുന്നേ നമ്മൾ അങ്ങനെ വിചാരിക്കുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ പറയാം, സിനിമ നടിയായ കാരണം നമ്മൾ. എവിടെയായിരുന്നു നമ്മൾക്ക് പിഴച്ചു പോയത്? അതായത് നമ്മൾ ഡാൻസ് കളിച്ചിട്ട് പഠിച്ചിട്ട് എന്തുകൊണ്ട് നമുക്ക് കിട്ടിയില്ല? നമ്മൾ ആക്ച്വലി ആ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ കളിച്ചത്. പഠിച്ച് ആ ഡാൻസിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലോ ഇതിൽ കയറാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എന്തും പഠിക്കുന്നതാണെങ്കിൽ. ഇപ്പം പഠിച്ചാൽ കൂടി നമ്മളത് നമ്മുടെ ഉള്ളിൽ കയറുന്നില്ലല്ലോ. ഇപ്പോൾ അഭിനയിക്കുന്ന സമയത്ത് പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു അൾട്ടിമേറ്റ്. ഇത്രയും കാലം നമ്മൾ ഇത്രയും ഈ ജന്മമൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളൊരു തോട്ട് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ വളരെ ആനന്ദത്തിലായിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും. ആ പോയിന്റിൽ നമുക്ക് വേറെ എവിടേക്കും പോകാനും ഇല്ല അഭിനയിക്കുന്ന സമയത്ത്. പക്ഷെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പോയിന്റിൽ നിന്ന് അഭിനേതാവാകണം എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് അത് അവിടെ പൂർണ്ണമാവില്ല ആ ഡാൻസ് കളിക്കുമ്പോൾ. പക്ഷേ ഈ നൃത്തം പഠിക്കുന്നത് കൊണ്ടും പാട്ട് പാടുന്നത് കൊണ്ടും ഒരു അഭിനേതാവിന് അത് ഗുണമേ ചെയ്യുള്ളൂ. അഭിനയത്തിൻ്റെ ബേസ് കലകൾ എന്ന് പറഞ്ഞാൽ പാട്ടും ഡാൻസുമാണ്. താളലയങ്ങൾ ചേരുമ്പോഴാണ് കൂടുതൽ ഈസിയാണ്. ആ ഈസിനെസ് നമുക്ക് ലാലേട്ടനും മമ്മൂക്കയിലും വ്യത്യസ്തമായി കാണാം. ലാലേട്ടനെ കുറച്ചും കൂടി ഈസി ആക്കുന്നത് ബോൺ ആക്ടർ എന്ന് വിളിക്കുന്നതും അതുകൊണ്ടാണ്. പാട്ടും നൃത്തമൊക്കെ ലാലേട്ടന് കുറച്ചും കൂടി ഈസിയാണ്. മമ്മൂക്കയ്ക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്, നമുക്ക് ആദ്യം മുതലേ അറിയാം. ട്രെയിൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ട്രെയിൻഡ് ആക്ടർ ബെസ്റ്റിലേക്ക് എത്തുന്നത്. നമ്മൾ ഡാൻസ് പഠിച്ചേക്കുന്നത് എക്സ്പ്രഷൻ ഇടാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? നമ്മൾക്ക് ഒന്നാമത്തെ ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സദസ്സിൽ കയറി വന്നിട്ട് പെർഫോം ചെയ്യാനുള്ള ഇതിൻ്റെ ധൈര്യമല്ല, ആ ഷൈനെസ് കുറയ്ക്കും. എന്നാൽ കൂടി നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഷൈ ആയിരിക്കും. നമ്മൾ രാവിലെ വന്നൊരു ലൊക്കേഷനിൽ വന്ന് പെർഫോം ചെയ്യുമ്പോൾ ഷൈനെസ് ഉണ്ട്. പിന്നെ അത് ഓരോ ഷോട്ട് കഴിയുമ്പോഴാണ് മാറുന്നത്. എനിക്ക് ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ഉണ്ടല്ലോ ഷൈല്. ഷൈൻ അഭിനയിച്ചിരിക്കുന്ന സിനിമകളൊക്കെ നോക്കിയാൽ അതായത് ഷൈൻ അങ്ങനെ ഇന്ന ക്യാരക്ടർ അഭിനയിക്കൂ എന്നൊന്നുമില്ല. ഏത് ക്യാരക്ടറും എടുക്കും. വില്ലൻ വേഷം ചെയ്യും, അതല്ല കോമഡി ക്യാരക്ടർ ചെയ്യും, നായക വേഷം ചെയ്യും, എന്തും നമ്മൾ എടുക്കും. എങ്ങനെയാ അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ നമ്മളെങ്ങനെ വരുമ്പോൾ? നമ്മുടെ അടുത്ത് വരുന്ന ഡയറക്ടേഴ്സ് ആണ് അധികവും, അല്ലെങ്കിൽ കഥാകൃത്തുകൾ അല്ലെങ്കിൽ പ്രൊജക്റ്റായിട്ട് വരുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്നതല്ല ആക്ച്വലി. നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതാരാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, പിന്നെ എന്താണ് കഥ, എന്താണ് കഥാപാത്രം, ആരാണ് പ്രൊഡക്ഷൻ, അതിനകത്ത് എൻ്റെ റോള് ശ്രദ്ധിക്കപ്പെടണം. അങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയാലാണ് നമ്മൾ ആ പ്രൊജക്റ്റ് ചെയ്യാൻ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ അടുത്ത് വരുന്ന ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതൊരു നല്ലൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മൾ എൻ്റെ ക്യാരക്ടറാണെന്ന് നമ്മൾ നോക്കാറില്ല. ഏറ്റവും മികച്ചതാണോ നമ്മുടെ ക്യാരക്ടറെന്ന് നോക്കാറില്ല. ഇപ്പം ഇനി നമ്മുടെ അടുത്ത് ഭീഷ്മപർവ്വത്തിലെയോ അല്ലെങ്കിൽ തല്ലുമാലയിലോ ക്യാരക്ടർ 10ാമത്തെ പ്രാവശ്യം അതേപോലത്തെ വന്നാലും നമ്മൾ അതിനെ 10നെയും ഡിഫറെൻ്റ് ആക്കാനേ നോക്കൂ. അതാണ് പിന്നെ ഒരു ആക്ടറിൻ്റെ ഏറ്റവും മെയിൻ ചലഞ്ച്. ഇപ്പോൾ ഒരു തരത്തിലുള്ളൊരു കഥാപാത്രം ഒരിക്കലേ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം കഥാപാത്രങ്ങൾ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പോലീസ് ക്യാരക്ടർ തന്നെ ഒരു 10-15 വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഞാൻ പോലീസ് വേഷം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതിൽ കാര്യമില്ല. ഈ 10 കഥാപാത്രങ്ങളും എങ്ങനെ ഡിഫറെൻ്റ് ആക്കാം എന്നുള്ളതാണ് ഒരു ആക്ടർ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ട്രൈ ചെയ്യേണ്ടതും അവൻ്റെ ചലഞ്ചും. എന്നാൽ ഷൈൻ ചെയ്തിട്ടുള്ള നായക കഥാപാത്രങ്ങളെ എങ്ങനെയാ കാണുന്നത്? നായക കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുമ്പോൾ ഇപ്പം ഭീഷ്മപർവ്വത്തിലൊക്കെ ആണെങ്കിലും മമ്മൂക്കയാണ് അഭിനയിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ എങ്കിലും ഇപ്പം നേരത്തെ പറഞ്ഞ ADHD ഉള്ളതുകൊണ്ട് നമ്മളായിരിക്കും നായകൻ എന്ന് ചെയ്യുന്ന സമയത്ത്. സ്വയമല്ല, നമ്മുടെ ജീവിതത്തിൽ ആരാ നായകനും നായികയൊക്കെ നമ്മൾ തന്നെയല്ലേ. ഇപ്പോൾ വേറെ നായകന്മാരും വേറെ
നന്നായി പെരുമാറുന്നവരോ അല്ലെങ്കിൽ വേറെ വ്യക്തികളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരുങ്ങി പോകുമ്പോൾ നമ്മുടെ പടത്തിലെ മെയിൻ ക്യാരക്ടർ ആരാ? ഞാൻ. അപ്പോൾ ഏത് പടത്തിലാണെങ്കിലും നമ്മുടെ ക്യാരക്ടർ നമ്മുടെ ലൈഫിൽ നമ്മളാണല്ലോ ലീഡ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഷൈൻ ഭയങ്കര ഷൈൻ്റെ ദുഃഖങ്ങൾ വരെയൊക്കെ തുറന്നു പറഞ്ഞു. ദുഃഖമാണോന്ന് എനിക്ക് എക്സ്പീരിയൻസ്. അതായത് ഷൈനിനെ കൊള്ളില്ല എന്ന് ഷൈൻ തന്നെ പറയുന്നു. ആരുമായിട്ടും കൂട്ടാൻ കൊള്ളില്ല പറയുന്നു. സത്യം കൂട്ടാൻ കൊള്ളില്ലാത്തതാണ്. പ്രണയിക്കാൻ കൊള്ളില്ല. കൂട്ടാൻ കൊള്ളില്ല മീൻസ് റിലേഷൻഷിപ്സിന് കൊള്ളൂല, വീട്ടിൽ കൊണ്ടുപോകാൻ കൊള്ളൂല, വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോകാനേ. നമ്മളീ കാണുന്നതിനൊക്കെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റൂലല്ലോ. ഇപ്പൊ സൂര്യൻ കത്തിക്കൊണ്ടിരിക്കുന്നു, വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഷൈൻ എന്തിനാ റിലേഷനിൽ പോയി ചാടുന്നത്? റിലേഷനിൽ പോയി ചാടുന്നതാണല്ലോ ജീവിതത്തിലെ മറ്റൊരു അവസ്ഥ മനുഷ്യന്റെ. നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കാത്തതും പോവില്ല എന്ന് വിചാരിക്കുന്നതും നമ്മൾ അതിലേക്ക് അതിലായിക്കൊണ്ടിരുന്നിട്ടുമാണ് പറയുന്നത് അല്ലേ. എല്ലാവർക്കും അറിയാം പ്രണയം പറ്റില്ല, എങ്ങനെ പ്രണയത്തിൽ ചാടില്ലേ. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ബലഹീനത, പ്രത്യേകിച്ച് ആണുങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത. പെൺകുട്ടികൾക്കും ഉണ്ടായിരിക്കും. ബ്രേക്കപ്പ് പറ്റില്ല, റിലേഷൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നവർ അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ എന്തായാലും വരും, അല്ലെങ്കിൽ അടുത്ത അതിലേക്ക് തന്നെയല്ലേ പോകുന്നത് അല്ലേ. അതാണ് ഒരു ആവർത്തനം, ജീവിതത്തിലെ വേറൊരു ആവർത്തനം. പക്ഷെ സീരിയസ്ലി ഷൈനപ്പം പക്ഷെ സീരിയസ്ലി എന്നെ കൂട്ടാൻ കൊള്ളാത്ത ഒരാളാണ്. എനിക്കെന്നെ അറിയാലോ എന്നെ. കാരണം ഞാൻ ഇവിടെ എത്തിയ ഇവിടുത്തെ കാര്യം, അവിടുത്തെ കാര്യം മാത്രമേ ആലോചിക്കാറുള്ളൂ. അല്ലെങ്കിൽ അത് മാത്രമാണ് എനിക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. ഒരു ഇങ്ങനെ കീപ്പ് ഇൻ ടച്ച് എന്ന് പറയുന്ന പോലെ ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ വീട്ടിൽ പോയ വീട്ടുകാരും വിളിച്ചു പറയും വീട്ടിലേക്ക് വിളിക്കുന്നില്ല, അവരെ ഫോൺ എടുക്കുന്നില്ല എന്ന്. വീട്ടിൽ പോയാൽ ഇവരും വിചാരിക്കും എന്താ വിളിക്കാത്ത, ഫോൺ എടുക്കാത്തത്. മനസ്സിലായ? അതൊരു ആക്ടറിനെ സംബന്ധിച്ച് അയാൾക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. നമ്മളിപ്പോൾ ഒരു ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ നമുക്ക്. ഓക്കെ. പക്ഷെ അതൊരു കുടുംബനാഥനും കുടുംബസ്ഥനും ഒരു ഭർത്താവും മുഖനൊക്കെ ആകുമ്പോൾ അത് വർക്കൗട്ട് ആവില്ലല്ലോ. ഏത് സമയം അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കണം, മറ്റൊരാളുമായിട്ട് കമ്പാനിയൻഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അല്ലേ. കമ്പൈൻ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പം ഇപ്പോഴും ആ ഡിസിഷൻ എടുത്തോ വീണ്ടും ഇനി ഞാൻ റിലേഷൻഷിപ്പിലേക്ക് വരില്ല? ഞാൻ പ്രണയത്തിനെതിരും പ്രണയത്തിൽ വീഴില്ല എന്ന് തന്നെ ഇതിനു മുന്നേ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് പ്രണയമാണോ അത് ഇമോഷണലി ഉള്ള ലോക്കാണോ എന്നുള്ളത് എനിക്കിപ്പോഴും പറയാൻ പറ്റില്ല. അത് ഇമോഷണലി ഉള്ള ലോക്കാണ് കൂടുതൽ. നമ്മളൊരു വ്യക്തിയുമായിട്ടുള്ള ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി ഉണ്ടാവുന്ന ഒരു അടുപ്പമാണല്ലോ അയാളെ കൂടെ കൂട്ടുന്നതും അയാളുടെ കൂടെ പോകുന്നതും. അത് ബ്രേക്ക് ആവും ഇടയ്ക്ക്. അല്ല, ഷൈൻ ഒട്ടും അതായത് റിലേഷനിൽ വീണാൽ ഷൈൻ ഇമോഷണൽ ആണോ? അല്ല. അതെ, ഞാൻ അപ്പം അതിലാവും, പിന്നെ പോസസീവ് ആവണം. അതിൽ തന്നെയായിരിക്കും 100% ശ്രദ്ധ. അപ്പം എൻ്റെ പ്രൊഫഷണലി എനിക്ക് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ ഇതായിരിക്കും നമ്മുടെ ചിന്തകളും. മനസ്സിലായ? മറ്റൊരാൾക്ക് അത് ടോക്സിക് ആവും എന്തായാലും. അതാണ് അതിനുള്ള പക്വത അല്ലെങ്കിൽ അതിനുള്ള ഒരു ടേസ്റ്റ് ഇല്ല എനിക്ക് എൻ്റെ മനസ്സിന്. അത് പറ്റുന്നവരുണ്ടാവും, വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതും മറ്റൊരാൾക്ക് വളരെ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ വളരെ പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്നതും. നമുക്ക് അതൊന്നും പറ്റുന്നില്ല. മറ്റൊരു വ്യക്തിക്ക് യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ 2 പേരുടെ വഴിയും ബ്ലോക്കായി കിടക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും? വീണ്ടും വഴി തിരിച്ചു വിടും അല്ലേ. അങ്ങനെയല്ലേ ചെയ്യുക ജീവിതത്തിൽ. വഴി ബ്ലോക്ക് ആകുമ്പോൾ എന്താ ചെയ്യുക? ആ വഴിയിലൂടെ തന്നെ പോയില്ലല്ലോ, ഡീവിയേറ്റ് ചെയ്ത് വിടും. ദാറ്റ് വിൽ ഹെൽപ്പ് ടു ദോസ് ടു ഗോ ഫോർവേഡ്. ഷൈൻ ശരിക്കും സ്ക്രിപ്റ്റ് ഒക്കെ എഴുതും? ഇല്ല, ഞാൻ എഴുതാറുമില്ല. വായിക്കാത്ത പോലെ തന്നെ. വായിക്കുന്ന ഒരു വ്യക്തിയെ എഴുതാൻ പറ്റൂ. അങ്ങനെയുണ്ട്. അനുഭവങ്ങൾ എഴുതാലോ. അനുഭവങ്ങൾ പറയാൻ പറ്റുമെങ്കിലും എഴുതാൻ പറ്റില്ല. അത് സ്ക്രിപ്റ്റ് വരില്ല എന്ന് ചുരുക്കം. പറഞ്ഞു കൊടുത്ത് എഴുതാം, പക്ഷെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കില്ല. ദിസ് ഓൾ ഐ വിൽ പുട്ട് ഇൻ ടു വാട്ട് ഐ വാണ്ട് ടു ഡു എന്നാണ്. നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് അറിയുന്നത്, നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള സാധനം നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതിലേക്കാണ് നമ്മൾ ഇടേണ്ടത്, എല്ലാത്തിലേക്കുമല്ല. ഇപ്പം ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഇതൊക്കെ ആയിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായ? അതിലേക്ക് ഞാൻ ഇതിനിടും ജീവിതത്തിൽ നടക്കുന്ന ഓരോ നിമിഷങ്ങളെയും. പക്ഷെ നമ്മൾ ആദ്യം അസിസ്റ്റന്റ് ആയിട്ടാണല്ലോ വന്നേ. അസിസ്റ്റന്റ് എഴുതാനൊന്നും ഇല്ല. പക്ഷെ അസിസ്റ്റന്റിന് ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹം ഡയറക്ടർ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലല്ലോ വരുന്നത്, അഭിനേതാവണം എന്നുള്ള ആഗ്രഹത്തിലല്ലേ. ഇപ്പം ഞാൻ ഭരതനാട്യം പഠിച്ചത്, ഡാൻസ് പഠിക്കുന്നതും യൂണിവേഴ്സിറ്റിയിൽ പങ്കെടുക്കുന്നതൊക്കെ അഭിനേതാവാണല്ലോ. അപ്പോൾ അഭിനയിക്കാനായിട്ട് ഒരാൾ അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് അയാൾക്ക് ഇവിടെ ഒന്നും എടുത്തു വെച്ചിട്ടില്ല എന്നുള്ള ബോധ്യത്തിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ക്യാരക്ടർ ചെയ്യാൻ പറ്റും ഈ 18 വയസ്സുകാരന് അല്ലേ. അപ്പോൾ അതിനൊരു സമയം ഒക്കെ ഉണ്ട് ചിലപ്പോൾ. ആ സമയം വരെ നമുക്ക് ഇതിൽ തന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു
പ്രൊഫഷൻ പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്തുകൊണ്ട് നിൽക്കണം. അത് ഇതിൽ തന്നെയാണെങ്കിൽ വളരെയധികം എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ജോലികളിലേക്ക് പോവുകയും പിന്നീട് അത് നമ്മുടെ സ്വപ്നമായിട്ട് നമ്മൾ അടുത്ത പക്ഷെ ആ ജന്മത്തിൽ സ്വപ്നം എത്ര നാള് കണ്ടു അല്ലേ? നമ്മൾ എത്ര വർഷം കഴിഞ്ഞിട്ട് അഭിനയിക്കാൻ തുടങ്ങി? നമ്മൾ അതിന് സമയമുണ്ട്. അതിന് അത്ര വർഷം എന്നെ സംബന്ധിച്ചത് അത്ര വർഷങ്ങളൊന്നുമില്ല. അത് കാരണം പ്ലാൻ ബിയോ പ്ലാൻ എയോ ഇല്ലല്ലോ, ഇതിൽ ഒരൊറ്റ പ്ലാനേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ടെക്നിക്ക് പഠിക്കാം, സ്ഥലവുമായി പരിചിതമാവാം. ഇതെല്ലാം എന്തിനേയും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇന്ന പടമാവുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ കിട്ടുന്നൊന്നും അറിയില്ല, അനിശ്ചിതത്വമല്ലേ. പക്ഷെ ആ പ്രതീക്ഷയുണ്ടല്ലോ, ഇതിൻ്റെ മുന്നിൽ തന്നെയാണ്, ഇതിൽ തന്നെയാണ് ഞാൻ, ഇത് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള സാധനം, അത് ഗ്രാജുവലി നമ്മുടെ ഉള്ളിൽ കൂടും. ഇടസമയങ്ങളിൽ കുറയുമെങ്കിലും നമ്മൾ വീണ്ടും നമ്മൾ ആലോചിക്കുക, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്, ഇതല്ലാതെ വേറെ ഒന്നും ചെയ്താലും നമുക്ക് തൃപ്തനാവാൻ പറ്റില്ല. പക്ഷെ അന്ന് കമലിന്റെ കൂടെ കൂടിയപ്പോൾ എനിക്ക് തോന്നുന്നു കമൽ സാർ നെയ്ബർ ആയിരുന്നോ? പൊന്നാനിയിലായിരുന്ന സമയത്ത്, തുടക്കകാലത്ത്, സാറിൻ്റെ തുടക്കകാലത്ത് ഞാൻ ജനിച്ച സമയത്തൊക്കെ. അവിടെ നിന്ന് പിന്നെ സാറ് കൊടുങ്ങല്ലൂരിലേക്ക് മാറി. സാറിൻ്റെ വൈഫിന് അവിടെ MES പ്രൊഫസറായിരുന്നു. അപ്പോൾ അതിന് ജോലി കിട്ടിയ പ്ലേസ്മെൻ്റ് ആയ സമയത്ത് പൊന്നാനി MESലാണ് കിട്ടിയത്. അതുകൊണ്ടാണ് സാർ അങ്ങോട്ട് വന്നത്. കറക്റ്റായിട്ട് ഞാൻ ജനിച്ചു വളർന്ന് എനിക്ക് ബോധം വയ്ക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലെ ഡയറക്ടറാണ്. ആക്ച്വലി ഞാൻ അതിനൊക്കെ കണക്ട് ചെയ്യും. നിന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്, ഇതിലേക്ക് എത്താൻ. അല്ലെങ്കിൽ അവിടെ ഒന്നും താമസിക്കേണ്ട കാര്യമില്ലല്ലോ. ഐ വിൽ കണക്ട്. ഇതൊന്നും അതിന് വേണ്ടിയിട്ടായിരിക്കില്ലെങ്കിൽ കൂടി ഐ കണക്ട് ലൈക്ക് ദിസ്. ഈ കണക്ഷൻ ഒരു ആക്ടർ എന്ന രീതിയിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ബട്ട് ഇൻ എ റിലേഷൻ ഈ കണക്ഷൻസ് മേക്ക് വെരി ബാഡ്ലി. മനസ്സിലായ? അത് തന്നെയായിരിക്കും പൊസസീവ്നെസ്സും അൺട്രസ്റ്റ്, നമുക്ക് വിശ്വാസമില്ലായ്മയിലേക്കൊക്കെ എത്തിക്കും. മനസ്സിലായ? എല്ലാത്തിനെയും കണക്ട് ചെയ്ത് അതിൽ ആക്ടർ എന്ന രീതിയിൽ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും കഥകൾ ബിൽഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പാണത്. കറ നല്ലതാണെന്ന് പറയുന്ന പോലെ. പക്ഷേ കറ എല്ലാവർക്കും നല്ലതല്ലല്ലോ എപ്പോഴും. പക്ഷേ ഒരു ആക്ടറിന്, ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യും, അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും.